കൈ നോക്കാറുണ്ടോ? ഹസ്തരേഖാശാസ്ത്രം, മുഖലക്ഷണം, മുഖം പാത്ത് ഫലം എന്ത് വാസന, നല്ല പന്നിപ്പൂ. കൈ നോക്കാറുണ്ടോ? കൈ നോക്കാറുണ്ടോ ചേട്ടോ? കൈ നോക്കാറുണ്ടോ ചേട്ടോ? ചേച്ചിയെ കൈ നോക്കാറുണ്ടോ? മുഖം നോക്കി ലക്ഷണം പറയും, മുഖം നോക്കി ലക്ഷണം പറയും. ഹസ്തരേഖാശാസ്ത്രം, ലക്ഷണശാസ്ത്രം, ഹസ്തരേഖാശാസ്ത്രം, ലക്ഷണശാസ്ത്രം. ചേച്ചിയെ ഇങ്ങ ഉட்காரு, இங்க உட்காரு, இங்க உட்காரு, இங்க உட்காரு. തത്ത നല്ല തത്ത കണ്ടോ? തത്ത എൻ പേര് പളനി. അത് എന്റെ ചിന്ന തമ്പി കഴിഞ്ഞ വാരത്ത് ഇങ്ങ വന്നു. அந்த ஆளு மாரிமுத்து. அந்த ஆளு இந்த வழி കഴിഞ്ഞ ആഴ്ച വന്നു ഒരു മങ്ക ഓടിച്ചു. തത്തെ എടുത്തിട്ട് തത്തെ പഞ്ചവന്തിക്കകത്തെ ഒരു കാർഡ് എടുത്താട്ടെ, കൈ പാത്തെ നല്ല തങ്കமான കൈയ്യ് ഒരു കാർഡ് എടുക്കട്ടെ. ഒരു പേര് ചൊല്ലി ഇങ്ങ മങ്കക്ക് വേണ്ടി ഒരു കാർഡ് എടുത്താട്ടെ, ഇങ്ങ മങ്കക്ക് വേണ്ടി ഒരു കാർഡ് എടുത്താട്ടെ. നല്ല രാജ്ഞിയുടെ പടം ഇരിക്കുന്നത്. രാജ്ഞി പോലെ ജീവിക്കാൻ യോഗമുണ്ട്. രാജ്ഞിയെ പോലെ ജീവിക്കാനുള്ള യോഗം ഇതും മാറ്റി. തത്തയ്ക്ക് തീറ്റയൊന്നും കൊടുത്തിട്ടില്ല. അങ്ങനെ തത്ത പറന്നു പോയി. കൈ പാത്ത ഇഷ്ടദൈവം ഭദ്രകാളിയല്ലേ? മനസ്സിലായി? സ്വഭാവം കണ്ടാൽ അറിഞ്ഞുകൂടെ? സ്വഭാവം മോന്ത കണ്ടാൽ അറിയാം, സ്വഭാവം കണ്ടാൽ അറിയാം. നല്ല ലക്ഷണമൊത്ത മുഖം, നല്ല ഐശ്വര്യമാർന്ന കണ്ണ്, നല്ല ഇട്ടാ മൂക്ക്, മൂക്കിട്ടാ മൂക്ക്, നല്ല മുല്ലപ്പൂ പോലുള്ള പല്ല്. അപ്പുറം പിന്നെപ്പോ കൊമ്പനെങ്കേ? കൊമ്പൻ പോയി, കൊമ്പൻ അല്പം തിരുളൻ. കൊമ്പൻ അല്പം തിരുളനാ. കൊമ്പനെ വേറെ എവിടോ ഒരു സെറ്റപ്പ് ഉണ്ട്. വേറെ എവിടോ ഒരു സെറ്റപ്പ് ഉണ്ട്. അപ്പുറം എന്നെ പറയാനാ എന്ന് ചൊല്ല്. കൈ പാത്താലേ ഇഷ്ടം പോലെ പൈസ വരും, അതുപോലെ പോവും. പിന്നെ 2 ലക്ഷണം പറഞ്ഞാല് ചൊല്ലിയാൽ ശണ്ട കൂടുവോ? വല്ലതും കഴിച്ചാ പിന്നെ ഒന്നും വേണ്ട. ഉറക്കത്തി കണ്ണ് കാണത്തില്ല. അപ്പുറം നല്ല ആയുസുള്ള രേഖയാ. 105 വയസ്സ് വരെ കിടന്ന് തൂറിപ്പെടുത്തേ പോത്തുള്ളൂ. അപ്പുറം പിന്നെ കൊഞ്ചം തണ്ണി, കൊഞ്ചം തണ്ണി ദാഹിക്കുന്നു. എലമച്ചം, എലമച്ചം തെരിയുമാ? നാരങ്ങ, നാരങ്ങ, കൊഞ്ചം, കൊഞ്ചം. ഇവിടുന്ന് വല്ല അടിച്ചെടുക്കാനുണ്ടോ നോക്കട്ടെ. ഇവിടുന്ന് വല്ല അടിച്ചെടുക്കാനുണ്ടോ നോക്കട്ടെ, നോക്കട്ടെ. നല്ല സ്വർണ്ണ വള, അടിപൊളി വള, അടിപൊളി വള ഇന്നത്തേക്കായി കിടച്ചു. അപ്പുറം കിടച്ചു, എനിക്ക് നിൽക്കാം. അപ്പുറം പൈസ മേടിക്കണ്ട, വള കിടച്ചു. തണ്ണി കൊഞ്ചം ഉടമ്പ് വേദന. ഞാനെടുത്തില്ല, അമ്മച്ചോട്ട് ഞാനെടുത്തില്ലേ. അപ്പ സത്യം, അപ്പ സത്യം, അപ്പ സത്യം ഞാനെടുത്തില്ല. അപ്പ കടവുള് സത്യം, കടവുള് സത്യോ, കടവുള് സത്യം, കടവുള് സത്യം ഞാൻ എടുത്തില്ല. കടവുള് അയ്യോ ക്ഷമിക്കണം, 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 ക്ഷമിക്കണം. ഞാൻ എടുത്തിട്ടില്ല, എടുത്തിട്ടില്ല, എടുത്തിട്ടില്ല. അമ്മ സത്യം എടുത്തിട്ടില്ലേ? ക്ഷമിക്കണം, ക്ഷമിക്കണം, ക്ഷമിക്കണം. ഇതൊരു തീമാണ് മാന്യ പ്രേക്ഷകർ. ഇത് ആളില്ലാത്ത വീട്ടിൽ അതുപോലെ അപരിചിതരായ ആൾക്കാരെ, ഹലോ, ഇതൊരു തീം, ഒരു സന്ദേശമാണ് മാന്യ പ്രേക്ഷകർ. ഞാൻ RK കോട്ട. ഇതൊരു സന്ദേശമാണ്. അതായത് നമ്മുടെ ഭവനങ്ങളിൽ അന്യരെയും അപരിചിതരെയും ഒരു കാരണവശാലും കൈനോട്ടക്കാരെ, ആക്രി വറക്കുന്നവരെ, അതുകൂടാതെ പുതപ്പ് കച്ചവടക്കാരെ, അങ്ങനെയുള്ള അപരിചിതരായ ആൾക്കാരെ ഒരു കാരണവശാലും സ്വാതന്ത്ര്യത്താൽ നമ്മുടെ വീട്ടിൽ കയറ്റിയിരുത്താൻ പാടില്ല. അവ ആനുകാലിക സംഭവങ്ങളാണ്. ഇത് ഒരു സന്ദേശമായിട്ട് ഞാൻ എൻ്റെ പ്രേക്ഷക മനസ്സുകൾക്ക് നൽകുന്നു. നന്ദി, നമസ്കാരം.